വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് അഴീക്കോട് നിൽപ്പ് സമരം നടത്തി. അഴീക്കോട് ബീച്ച് റോഡിലെ കോൺക്രീറ്റ് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലക്ഷങ്ങൾ മാത്രം ചെലവ് വരുന്ന അഴീക്കോട് കോൺക്രീറ്റ് പാലം പോലും പണിയാനുള്ള ശേഷിയില്ലാത്ത വിധം സംസ്ഥാന സർക്കാർ അധപ്പതിച്ചു പോയെന്ന് അദ്ദേഹം പറഞ്ഞു. KSEBക്ക് ജനങ്ങളെ പിഴിയാൻ അവസരമൊരുക്കുന്ന സർക്കാർ അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴീക്കോട് ബീച്ചുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആണെങ്കിൽ, പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആണ്. പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസിന്റെയും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ സ്വീകരിക്കുകയും അവരവരെ വീട്ടിൽ പോയി കണ്ട് പൂച്ചണ്ട് കൈമാറി സ്വന്തം വീട്ടിലെ അഴിമതി കേസുകൾ എങ്ങനെയെങ്കിലും ഒത്തുതീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമായി പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ സർക്കാർ സംവിധാനത്തെ മാറ്റിയതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. 40 വർഷത്തിലേറെയായിട്ടും ഈ പാലത്തിന്റെ, സത്യത്തിൽ പറയുകയാണ്, അഴീക്കോട് ബീച്ചിലെ ഈ കോൺക്രീറ്റ് പാലം എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയൊന്നും വേണ്ട, ലക്ഷങ്ങൾ മാത്രം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ സൗകര്യത്തോടുകൂടി ഈ പാലത്തിന് വലിപ്പം കൂട്ടാൻ സാധിക്കും. പക്ഷേ ആ പ്രവർത്തനത്തിന് പോലും നേതൃത്വം നൽകാൻ സാധിക്കാത്ത രീതിയിൽ അഴിമതി നിറഞ്ഞ ഒരു സർക്കാർ സംവിധാനമാണ് കേരളത്തിനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ പനങ്ങാട്ട് അധ്യക്ഷനായി. ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ ഞങ്ങളുടെ താല്പര്യപ്രകാരം, അതായത് ഇടതുപക്ഷം പറയുന്നത് പോലെ തന്നെ സഞ്ചരിച്ചാൽ മതി എന്നുള്ള ഇത്തരത്തിലുള്ള അടിമത്ത സമ്പ്രദായം അഴീക്കോടിന്റെ മണ്ണിലും ഇവർ നിലനിർത്തിപ്പോരുമ്പോൾ ഉത്തരവാദിത്തമുള്ള യുവജന സംഘടന എന്ന നിലയിൽ അഴീക്കോടിന്റെ മണ്ണിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ ഇതൊന്നും അനുവദിക്കുകയില്ല. ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CA റഷീദ്, PA മനാഫ്, PP ഷാജി, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് V മുഹമ്മദ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ PM ലിയാഖത്ത്, അബ്ബാസ് പള്ളിപ്പാടത്ത്, PH റഹീം, CD വിജയൻ, ഫൈസൽ NM എന്നിവർ സംസാരിച്ചു. KS ശരത് സ്വാഗതവും ഐജാസ് മരപ്പാലം നന്ദിയും പറഞ്ഞു.